മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം ഒരു കണക്ക് കൂട്ടൽ. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് അനുകരിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ജീവിച്ചിരിപ്പില്ല. കാരണം ചെറുപ്പത്തിൽ ഞാനൊക്കെ വയലിൻ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം എൻ്റെ റോൾ മോഡലാണ്. അപ്പം ഇദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അന്ന് അത് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ സർവ്വ ഞാടി ഞരമ്പിനെ എല്ലാത്തിനെയും തളർത്തും. അപ്പം അങ്ങനെ തളർത്തി ഇദ്ദേഹത്തിന് ശരിക്കും വായിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അങ്ങനെ പതുക്കെ ഒരു സൈഡിലേക്ക് മാറ്റി, പിന്നിലത്തെ റോയിലേക്ക് മാറ്റി. നടുവിൽ ഒറ്റയ്ക്കൊരു സോളോ വയലിൻ വേണമെങ്കിൽ ഈ മണിക്ക്, പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേരല്ല, ഇദ്ദേഹത്തിന് വേണ്ടി റെക്കോർഡിംഗ് വരെ നീട്ടിവെക്കും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ 32 വയസ്സായപ്പോൾ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് കുഞ്ഞുമക്കൾ, 2 പെൺകുട്ടികൾ, ഒരു പയ്യനുണ്ട്. അവരൊക്കെ എന്തൊക്കെയോ ആയി, ജീവിതത്തിലൊന്നും ആയില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ചില നേട്ടങ്ങൾ വളരെ അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജിലുണ്ടാകുന്ന ഒരു സുഖമോ ഒരു ലഹരിയോ നേട്ടം മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഈ ആഘോഷങ്ങൾക്കൊക്കെ ആഘോഷം, ലഹരിയൊക്കെ സംഗീതത്തിലുണ്ടാവണം, സംഗീതത്തിലൂടെ കിട്ടണം, അല്ലെങ്കിൽ നൃത്തത്തിലൂടെ മറ്റ് കലാരൂപങ്ങളിലൂടെ ഈ ആഘോഷങ്ങളൊക്കെ ഞാനൊക്കെ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. 70 വയസ്സായി എനിക്ക്. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിൻ്റെ ഒന്നും അടിമയായിരുന്നില്ല, എനിക്കിഷ്ടമായിരുന്നില്ല. അതെന്തോ ഭാഗ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം ഇത് നമ്മളുടെ നിർഭാഗ്യമെന്ന് പറയും. അപ്പം നിർഭാഗ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തിനാ അതിൻ്റെ പിന്നാലെ പോകണേ? ഇതെൻ്റെ ഒരു വളരെ വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയാണ്. പിന്നെ സിനിമയിൽ ഇതുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ധാരണ, ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കൊച്ചു കുട്ടികൾ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഒരുപാട് കൊറിയൻ സിനിമകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മറ്റേ വെബ് സീരീസ്, ഇതിലൊക്കെ ഒരുപാട് അക്രമങ്ങളും അനീതികളും അവർ കാണിക്കുന്നുണ്ട്. പക്ഷെ തൃശ്ശൂർക്കാർ പറയും ഒരു ഭാഷ, അന്നമ്മ വേറെ തുണി വേറെ എന്ന് പറയും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ആ രീതികൾ വേണ്ട. അത് ആസ്വദിക്കാം. പക്ഷെ അത് നമ്മൾ ഒരു മോഡലായിട്ട് എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ വന്നു വീഴുന്നത്. അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതിർന്നവർ പറഞ്ഞു കൊടുക്കുക, അവരും സ്വയം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഇതുകൊണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇവിടെ പറയുന്നത്. നമുക്കൊന്നും അതുകൊണ്ട് നേട്ടം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ നമ്മളുടെ കലാരൂപങ്ങൾ, നമ്മൾ പഠിപ്പിലായാലും ജോലിയിലായാലും നമ്മളുടെ തലച്ചോറിന്, ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കുക മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പഠിപ്പ് നമ്മളിൽ വളരും. പക്ഷേ മനസ്സിൻ്റെ ഒരു ശക്തിയും ശരീരത്തിൻ്റെ ഒരു ശക്തിയും ഒരു സന്തോഷവും ഇതെല്ലാം നമ്മുടെ തലയിൽ നിന്നുണ്ടാകുന്ന ചില ഇൻഫർമേഷൻസ്, ആ ഇൻഫർമേഷൻസിനെ കറക്റ്റ് ഒരു പാത, കറക്റ്റ് ഒരു തരത്തിലുള്ള കലകൾ നമ്മളുടെ കൂട്ടുപിടിച്ചിട്ടേ പറ്റൂ. അപ്പം അത്തരം കലകളെ നമ്മൾ വീണ്ടും ഇവിടെ ആവാം, ഡാൻസ് ആവാം, എല്ലാം നല്ലത് തന്നെ. പക്ഷെ അതൊക്കെ നല്ല അർത്ഥത്തിലായിരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരു ഡാൻസ് ഞാൻ വരുമ്പോൾ കണ്ടു. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് തന്നെ നല്ലൊരു വ്യായാമമാണ്. വെറുതെ നമ്മൾ തുള്ളിച്ചാടി കഴിഞ്ഞാൽ ക്ഷീണിച്ചു പോകും. പക്ഷെ ഒരു പാട്ടിൻ്റെയോ ഒരു താളത്തിൻ്റെയോ അകമ്പടി ഉണ്ടെങ്കിൽ 1 മണിക്കൂർ തുള്ളുന്നത് ചിലപ്പോൾ കാലത്ത് വൈകുന്നേരം വരെ തുള്ളിയാലും നമുക്ക് ക്ഷീണം വരില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ വേറൊന്നും പറയാൻ തോന്നിയില്ല. കാരണം ഇന്നത്തെ സാഹചര്യം, ഇന്നത്തെ പേപ്പർ വായിച്ചപ്പോൾ എനിക്കിതിനെക്കുറിച്ചാണ് പറയാൻ തോന്നിയത്. അതുകൊണ്ട് അതങ്ങോട്ട് പറഞ്ഞു. നല്ല രീതിയിൽ എടുക്കുക. എല്ലാവർക്കും ഈ യൂണിയൻ ആഘോഷത്തിൻ്റെ പേരിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ
ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നല്ലത്. താങ്ക് യു. നീ എൻ സൗന്ദര്യമേ, നീ എൻ സൗന്ദര്യമേ, നീ എൻ സൗന്ദര്യമേ, നീ എൻ തപ്ത സംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. Thank you.